ഉച്ചവാർത്ത ആരംഭിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം ആദ്യം. 2006 മുംബൈ ട്രെയിൻ സ്ഫോടന കേസിൽ മുംബൈ ഹൈക്കോടതിയെ തിരുത്തി സുപ്രീം കോടതി. 12 പ്രതികളെ വെറുതെ വിട്ട നടപടി സ്റ്റേ ചെയ്തു. സർക്കാരും എൻ പ്രശാന്ത് IAS-ഉം വീണ്ടും നേർക്കുനേർ. മുതിർന്ന IAS-കാരെ അധിക്ഷേപിച്ചതിൽ അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ. അഴിമതി ജനങ്ങളെ അറിയിക്കുന്നത് അധിക്ഷേപമാകുന്നത് എങ്ങനെയെന്ന് പ്രശാന്ത്. അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കില്ല, നിലപാട് കടുപ്പിച്ച് മോഹൻലാൽ. ജഗദീഷും ശ്വേതാ മേനോനും രവീന്ദ്രനും മത്സരിച്ചേക്കും. സസ്പെൻഷനിലായ കേരള രജിസ്ട്രാർക്ക് വീണ്ടും കുരുക്ക്. KS അനിൽകുമാറിന്റെ ശമ്പളം തടഞ്ഞുവെക്കാൻ VC-യുടെ നിർദ്ദേശം. നടപടി സസ്പെൻഷൻ അംഗീകരിക്കാതെ സർവകലാശാലയിൽ എത്തുന്നതിനാൽ. അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റത്തിൽ മുന്നറിയിപ്പുമായി അസം മുഖ്യമന്ത്രി. 2041 സംസ്ഥാനത്തെ മുസ്ലിം ജനസംഖ്യ 50% കടക്കും. തദ്ദേശീയർ ന്യൂനപക്ഷമാകുന്ന കാലം വിദൂരമല്ലെന്നും ഹിമന്ത ബിശ്വ ശർമ്മ. ക്ഷേത്രങ്ങളിൽ കർക്കടകവാവു ബലി ചടങ്ങുകൾ. ബലിതർപ്പണത്തിന് 10,000. എല്ലായിടത്തും വൻ തിരക്ക്. ഇവിടുന്ന് ക്യൂ തുടങ്ങിയതാ. ഇവിടുന്ന് അങ്ങ് അറ്റം വരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ 4ാമത്തെ കൗണ്ടറിനകത്ത് വരെ പ്രവേശിച്ച് 4 മണിക്കൂർ മഴ മൊത്തം നനഞ്ഞിട്ടാണ് അകത്ത് പ്രവേശിച്ചു കഴിഞ്ഞപ്പം 100 പേർക്ക് ഇരിക്കാനുള്ള സ്ഥലത്ത് 500 പേര്. ബലിതർപ്പണ സൗകര്യങ്ങൾ ഒരുക്കാതെ ദേവസ്വം ബോർഡ്. കൊല്ലം തിരുവല്ലവാരത്ത് മണിക്കൂറുകൾ നീണ്ട കാത്തുനിൽപ്പ്. ആറന്മുള വള്ളസദ്യയെ ദേവസ്വം ബോർഡ് ഇടപെടലിന് എതിരെ പ്രതിഷേധം. ആചാര ലംഘനമെന്ന് പള്ളിയുടെ സേവാ സംഘം. വള്ളസദ്യയെ വാണിജ്യവൽക്കരിക്കുന്നുവെന്നും ആക്ഷേപം. റിപ്പോർട്ടുകളിലേക്ക്. 2006 മുംബൈ ട്രെയിൻ സ്ഫോടനത്തിൽ പ്രതികളെ വെറുതെ വിട്ട നടപടി സ്റ്റേ ചെയ്ത് സുപ്രീം കോടതി. മുംബൈ ഹൈക്കോടതി വിധിയാണ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തത്. 12 പ്രതികളെയാണ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം വെറുതെ വിട്ടത്. നന്ദഗോപൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നന്ദൻ, 2006 മുംബൈ ട്രെയിൻ സ്ഫോടനത്തിലെ പ്രതികളെ വെറുതെ വിട്ട നടപടി ഇപ്പോൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ദേവിക, 2006 മുംബൈ ട്രെയിൻ സ്ഫോടന പരമ്പരയിൽ 189 പേർക്കാണ് ജീവൻ നഷ്ടമായത്. 820ഓളം പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഈ കേസ് അന്വേഷിച്ചത് പ്രത്യേക അന്വേഷണ സംഘമാണ്. മാത്രമല്ല, കോടതിയിൽ കേസ് കൈകാര്യം ചെയ്തതും പ്രത്യേക കോടതിയാണ്. ഈ കോടതിയിൽ 5 പേർക്ക് വധശിക്ഷയും അതേപോലെ തന്നെ 7 പേർക്ക് ജീവപര്യന്തവും വിധിച്ചിരുന്നു. എന്നാൽ അതിനെതിരെ ഈ പ്രതികൾ നൽകിയ അപ്പീൽ ഹൈക്കോടതി സ്വീകരിക്കുകയും ഈ കേസ് അല്ലെങ്കിൽ ഈ പ്രതികൾക്ക് ശിക്ഷ നൽകിയ കോടതിയുടെ നടപടി റദ്ദാക്കുകയും ചെയ്യുകയായിരുന്നു. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് മഹാരാഷ്ട്ര സർക്കാരാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായൊരു ഹ്രസ്വവാദം കേൾക്കുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമായും മഹാരാഷ്ട്ര സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയും ഒപ്പം തന്നെ പ്രഗത്ഭ അഭിഭാഷകനും മലയാളിയുമായ ഋഷികേഷ് ഹരിദാസും ചൂണ്ടിക്കാണിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് ഈ മുംബൈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അനുബന്ധ കേസുകൾ ഇപ്പോഴും കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട വിചാരണ നടക്കുകയാണ്. ഇപ്പോൾ നിലവിൽ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഇത്തരമൊരു വിധിയുണ്ടായത് അത് മറ്റ് കേസുകളെയും പ്രതികൂലമായി ബാധിക്കും. അല്ലെങ്കിൽ കീഴ്ക്കോടതികൾക്ക് പ്രതികളെ വെറുതെ വിടുവാനുള്ള ഒരു മാർഗമായി ഈ ഹൈക്കോടതി വിധി മാറുമെന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടി സോളിസിറ്റർ ജനറൽ അടക്കം ചൂണ്ടിക്കാണിച്ചത്. ഈ വാദമുഖമാണ് സുപ്രീം കോടതി അംഗീകരിച്ചത്. ഇത് അംഗീകരിച്ചുകൊണ്ട് ഹൈക്കോടതിയുടെ നടപടി, അതായത് പ്രതികളെ വെറുതെ വിട്ട ഹൈക്കോടതി നടപടി സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. അതേസമയം പുറത്തുപോയ പ്രതികൾ, ഈ പുറത്തുപോയവർക്ക് തിരികെ ജയിലിലേക്ക് വരേണ്ട ഒരു സാഹചര്യമില്ല എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് മുഴുവൻ കക്ഷികൾക്കും സുപ്രീം കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. പിന്നീട് ഈ കേസ് പരിഗണിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിശദമായ വാദം തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും രാജ്യത്തെ നടക്കിയ വലിയ സ്ഫോടന പരമ്പരയായിരുന്നു ഉണ്ടായിരുന്നത്. 7 ലോക്കൽ ട്രെയിനുകളിലായിരുന്നു സിമിയുടെ നിരോധിത ഇസ്ലാമിക ഭീകരവാദ സംഘടനയായ സിമിയുടെ ഭീകരവാദികൾ ബോംബ് വെച്ചത്. ഏതാണ്ട് 820 പേർക്ക് ഗുരുതര പരിക്കേറ്റു. അതേപോലെ തന്നെ 189 പേർ കൊല്ലപ്പെട്ടു. അത്ര ഗുരുതരമായ ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെയാണ്
മഹാരാഷ്ട്ര സർക്കാർ ഇപ്പോൾ സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്തതും. ദേവിക. ശരി. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം രാജ്യസഭയിൽ ചർച്ച ചെയ്യണമെന്ന ആവശ്യം. ചട്ടം 267 പ്രകാരം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ പ്രതിപക്ഷം നോട്ടീസ് നൽകി. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് 2 മണിവരെ ലോക്സഭാ നടപടികൾ നിർത്തിവെച്ചു. ബീഹാർ വോട്ടർ പട്ടികയിൽ നിന്ന് 52 ലക്ഷം വോട്ടർമാരെ പുറത്താക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മരിച്ച 18 ലക്ഷം പേർ, മറ്റ് മണ്ഡലങ്ങളിലേക്ക് പോയ 26 ലക്ഷം പേർ, നിരവധി മണ്ഡലങ്ങളിൽ രജിസ്റ്റർ ചെയ്ത 7 ലക്ഷം പേർ എന്നിവരെയാണ് ഒഴിവാക്കിയത്. ശക്തമായ ജനാധിപത്യത്തിനും സുതാര്യവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പിനും ഉതകുന്നതാണ് പുതിയ വോട്ടർ പട്ടികയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 2041 അസമിലെ മുസ്ലിം ജനസംഖ്യ ഹിന്ദുക്കൾക്ക് ഒപ്പമെത്തുമെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റമാണ് മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കാൻ കാരണം. അസമിലെ തദ്ദേശീയ മുസ്ലിങ്ങൾ കേവലം 3% മാത്രമാണെന്നും ഹിമന്ത ബിശ്വ ശർമ്മ വ്യക്തമാക്കി. ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റം അസാമിന്റെ സാമൂഹിക അന്തരീക്ഷത്തെ തകിടം മറിക്കുമെന്ന മുന്നറിയിപ്പാണ് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ നൽകുന്നത്. 2011 അവസാന സെൻസസ് പ്രകാരം മുസ്ലിം ജനസംഖ്യ 34%. 2040 അത് 50% കടക്കും. അസാമിൽ തദ്ദേശീയർ ന്യൂനപക്ഷമാകുമെന്ന് ഹിമന്ത ബിശ്വ ശർമ്മ ഓർമ്മപ്പെടുത്തുന്നു. It is not my take, this is just the census result. Today, as per 2011 census, in Assam 34% population is minority. So if you remove 3% indigenous Assamese Muslim, then 31% is the Muslim who migrated to Assam. And if you projected that on the basis of 2021, 31 and 41, you come to a almost 50-50 position. So there is no my take. I am just stating you what is the statistical census report. 2001 സെൻസസ് പ്രകാരം അസാമിൽ ആകെയുള്ള 23-ൽ 6 ജില്ലകളായിരുന്നു മുസ്ലിം ഭൂരിപക്ഷം. 2011 9 ജില്ലകളിൽ തദ്ദേശീയർ ന്യൂനപക്ഷമായി. നിലവിൽ 11 ജില്ലകൾ മുസ്ലിം ഭൂരിപക്ഷമായതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്ത് തദ്ദേശീയ മുസ്ലിങ്ങൾ കേവലം 3% മാത്രമാണ്. ബാക്കി വരുന്ന 31% ഇസ്ലാമിക രാജ്യമായ ബംഗ്ലാദേശിൽ നിന്ന് അനധികൃതമായി കടന്നു കയറിയവരാണ്. ന്യൂസ് ഡെസ്ക് ജനം. സഹകരണത്തിലൂടെ അഭിവൃദ്ധി എന്ന മുദ്രാവാക്യം ഉയർത്തുന്ന ദേശീയ സഹകരണ നയം ഇന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ പ്രഖ്യാപിക്കും. സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് വലിയ വഴിത്തിരിവാകും വിധം മേഖലയെ പുനരുജ്ജീവിപ്പിക്കാനും ആധുനികവൽക്കരിക്കാനും ലക്ഷ്യമിട്ടാണ് ദേശീയ സഹകരണ നയം രൂപീകരിച്ചത്. ഗ്രാമീണ മേഖലയിൽ വലിയ തോതിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ദേശീയ സഹകരണ നയം ലക്ഷ്യം വെക്കുന്നു. മുൻ കേന്ദ്രമന്ത്രി സുരേഷ് പ്രഭാകർ പ്രഭുവിന്റെ നേതൃത്വത്തിൽ 48-അംഗ ദേശീയതല സമിതിയാണ് പുതിയ ദേശീയ സഹകരണ നയം തയ്യാറാക്കിയത്. സഹകരണ മേഖലയ്ക്ക് ഒറ്റ നയം കർശനമാക്കി നടപ്പാക്കുന്ന തരത്തിലാകും പുതിയ നയം. 2025 മുതൽ 2045 വരെ അടുത്ത 20 വർഷത്തേക്കുള്ള സഹകരണ നയം സൃഷ്ടിച്ചെടുക്കുകയാണ് BJP സർക്കാരിന്റെ ലക്ഷ്യം. സഹകരണത്തിലൂടെ അഭിവൃദ്ധി എന്ന മുദ്രാവാക്യം ഉയർത്തുന്ന ദേശീയ സഹകരണ നയം മേഖലയെ പുനരുജ്ജീവിപ്പിക്കുവാനും ആധുനികവൽക്കരണവും ലക്ഷ്യമിടുന്നു. 2002-ലാണ് ദേശീയ സഹകരണ നയം കേന്ദ്രം ആദ്യമായി പുറത്തിറക്കിയത്. കഴിഞ്ഞ 23 വർഷത്തിനിടയിൽ ഉണ്ടായ പരിവർത്തനങ്ങൾക്കൊപ്പം മുന്നേറാൻ സഹകരണ മേഖലയ്ക്ക് സാധിച്ചിട്ടില്ല. അതിനാൽ തന്നെ നിലവിലെ ആഗോള സാമ്പത്തിക സാഹചര്യങ്ങൾക്ക് അനുസൃതമാകുന്ന രീതിയിലാകും പുതിയ സാമ്പത്തിക നയം. ഏകീകൃത സോഫ്റ്റ്വെയർ, ഏകീകൃത നിയമാവലി അടക്കം നയത്തിൽ ഉൾപ്പെടുത്തി സഹകരണ മേഖലയെ ആധുനികവൽക്കരിക്കുക വഴി മികച്ച ഫലം സർക്കാർ ലക്ഷ്യമിടുന്നു. പുതിയ സഹകരണ നയത്തിലൂടെ ഗ്രാമീണ മേഖലയിൽ വലിയ തോതിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനും 2047-ൽ വികസിത ഭാരതം എന്ന യാത്രയിൽ സഹകരണ നയം മുതൽക്കൂട്ടാകുമെന്നും BJP സർക്കാർ വിലയിരുത്തുന്നു. ജനം, ഡൽഹി. യുവതിയെ ഭർത്തൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയെന്ന് ബന്ധുക്കൾ. പാലക്കാട് വടക്കഞ്ചേരി കാരപ്പറ്റ കുന്നംപള്ളി നേഖ സുബ്രഹ്മണ്യനാണ് ആലത്തൂർ തോണിപ്പാടത്തെ ഭർത്തൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 25 വയസ്സായിരുന്നു. മരണത്തിൽ അസ്വാഭാവികത തോന്നിയതിനാൽ ആശുപത്രി അധികൃതർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവൾ പറയും. ഒരു ബുദ്ധിമുട്ടും ഇന്നലെ അവിടെ ഉണ്ടായിരുന്നില്ല. 10 മണിക്ക് വിളിച്ചപ്പോൾ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ എന്താ സംഭവിച്ചെന്ന് അറിയില്ല. അവൻ എന്തോ ചെയ്തടാ. അവൾ ചെയ്യില്ല. അവൾക്ക് ചെയ്യേണ്ട കാര്യം. സപ്പോർട്ടാണ് അവിടെ.
അവള് ചെയ്യില്ല. അവനെന്ത് ചെയ്താലും അമ്മ കൂടെ അവന്റെ കൂടെ നിൽക്കുക, സപ്പോർട്ട് ചെയ്തിട്ട്. നിങ്ങളുടെ മകൻ തെറ്റ് ചെയ്ത നിങ്ങൾ അതിനെന്തിനു സപ്പോർട്ട് ചെയ്യണമെന്നും എന്റെ കുട്ടി പറയും. നിങ്ങളത് നല്ലത് പറഞ്ഞു കൊടുക്കല്ലേ വേണ്ടി പറഞ്ഞു. ആ തള്ളിയ സപ്പോർട്ടാണ്. ആ അമ്മയും മകനും കൂടി എന്ത് ചെയ്തോ? ഒരു സാധനം വാങ്ങിച്ചു കൊടുക്കില്ല. എന്നിട്ട് അവള് വല്ലപ്പോഴും ഇവിടെ വന്നു ഞാനാണ് വാങ്ങിച്ചു കൊടുക്കുന്നത്. ഇന്ത്യയിൽ എന്തെങ്കിലും ഒരു സാധനം വേണമെന്ന് പറഞ്ഞാൽ ഉപയോഗിക്കണ്ട, അത് ഞാനാണ് വാങ്ങിച്ചു കൊടുക്കുന്നത്. അങ്ങനെയായിട്ട് കുറേ ഇതായി. പിന്നെ തല്ലുപടിയൊക്കെ നിർത്തി. പിച്ചലും മാന്തലും അതും ഇതൊക്കെയായിരുന്നു. പിന്നെയും ഞങ്ങൾ പോയപ്പോൾ അന്ന് പറഞ്ഞിട്ട് പോയതാണ്. രണ്ടാം പ്രാവശ്യം ആവർത്തിക്കണ്ട, ആവർത്തിച്ച് കഴിഞ്ഞാൽ അത് വിഷയം മാറും എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു ചെറിയ ഒരു വാക്കുകൾ പറഞ്ഞിട്ട് വന്നതാണ്. ഞങ്ങളെ വിളിച്ചിരിക്കുന്നത് 12 മണിക്കാണ്. അതും ആശുപത്രി എത്തിയതിന് ശേഷമാണ്. അതിൻ്റെ മുമ്പും മരിപ്പ് നടന്നു. ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഇവിടെ ഒരു അടയാളമുണ്ട്, കേബിൾ ഇട്ട് വലിച്ച പോലെയാണ് അടയാളം പറഞ്ഞു. അത് എന്തിൻ്റെയാണെന്ന് പറയാൻ പറ്റില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷേ ഇത് സംഭവം അമ്മയുടെ, ആ ചെക്കൻ്റെ അമ്മയുടെ അനിയത്തി എൻ്റെ അടുത്ത് പറഞ്ഞത് അവിടെ ടേബിൾ ഫാനിൻ്റെ കേബിൾ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പോയപ്പോൾ പറഞ്ഞു. ഞങ്ങൾ അങ്ങോട്ട് കടത്തി വിട്ടിട്ടില്ല, ഞങ്ങൾ കണ്ടിട്ടില്ല. ആ അമ്മയുടെ അനിയത്തിയാണ് പറഞ്ഞത് ടേബിൾ ഫാനിൻ്റെ കേബിൾ അവിടെ ഉണ്ടായിരുന്നു, അതാണ് കഴുത്തിൽ കുടുങ്ങിയിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. അതിപ്പോൾ എന്ത് കാരണം കൊണ്ടാണെന്ന് നമുക്കറിയില്ല. അരുണാലത്തൂർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, ഇപ്പോൾ ഈ യുവതിയുടെ വീട്ടുകാർ പറയുന്നത് അത്തരത്തിലൊരു ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യം അവർക്കില്ല, മാത്രവുമല്ല എന്തോ അസ്വാഭാവികമായി നടന്നിട്ടുണ്ട് അവിടെ എന്നാണ് ഇപ്പോൾ പറയുന്നത്, അല്ലേ? തീർച്ചയായിട്ടും ദേവിക, ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ ബന്ധുക്കൾ ഒരു ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഈ ബന്ധുക്കളെ വിളിച്ച് പ്രദീപ് എന്ന അവരുടെ മകൾ മരിച്ചു എന്നുള്ള വിവരം അറിയിക്കുന്നത്. നേഗ എന്ന മകൾ കുഴഞ്ഞു വീണു എന്നാണ് ആദ്യം പറയുന്നത്. തുടർന്ന് ഇവർ ആശുപത്രിയിൽ ചെന്നപ്പോൾ ആ യുവതിക്ക് ജീവൻ നഷ്ടമായിരുന്നു. 25 വയസ്സ് മാത്രം പ്രായമുള്ള നേഗ എന്ന യുവതിക്കാണ് ഇത്തരത്തിൽ മരണം സംഭവിച്ചിരിക്കുന്നത്. ഇത് ആത്മഹത്യയാണോ അതോ കൊലപാതകമാണോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഏതായാലും പോലീസ് ഇതുവരെ പറഞ്ഞിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ വരുന്ന മുറയ്ക്ക് മാത്രമേ അതിൽ കൂടുതൽ വ്യക്തത ലഭിക്കുകയുള്ളൂ. ഏതായാലും ഈ നേഗ എന്ന പെൺകുട്ടിയുടെ ബന്ധുക്കൾ, അച്ഛനും അമ്മയും ഉൾപ്പെടെയുള്ള ബന്ധുക്കളും മറ്റുമൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 6 വർഷം മുമ്പാണ് നേഗയുടെയും ഈ പ്രദീപ് എന്ന യുവാവിൻ്റെയും വിവാഹം കഴിയുന്നത്. കാരപ്പറ്റയിലാണ്, കണ്ണമ്പ്ര കാരപ്പറ്റ എന്ന പ്രദേശത്താണ് യുവതിയുടെ വീട്. യുവാവിൻ്റെ വീട് തോണിപ്പാടം ഭാഗത്താണ്, തോണിപ്പാടം അമ്പലക്കാട് ഭാഗത്താണ് ഈ യുവാവിൻ്റെ വീട്. 6 വർഷം മുമ്പ് വിവാഹം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഇവർക്ക് കുട്ടികളായില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം ഇയാൾ നേഗയെ ഉപദ്രവിച്ചിരുന്നു എന്നുള്ളതാണ് വീട്ടുകാർ പറയുന്നത്. അതിനുശേഷം ഒരു കുഞ്ഞായപ്പോൾ പിന്നീട് ഈ യുവതിയെ വലിയ സംശയമായിരുന്നു പല കാര്യങ്ങളിലും എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ നിരന്തരം ദേഹോപദ്രവം മുമ്പൊക്കെ ഏൽപ്പിച്ചിരുന്നു. ആ സമയത്തൊക്കെ ഓരോ തവണയും ഈ യുവതിയുടെ വീട്ടുകാർ പോയി യുവാവുമായും അവരുടെ ബന്ധുക്കളുമായിട്ടൊക്കെ സംസാരിച്ച് ഒരു ഒത്തുതീർപ്പിൽ എത്തുകയും മറ്റുമൊക്കെ ചെയ്യുകയായിരുന്നു. തുടർന്ന് കഴിഞ്ഞ ദിവസം രാത്രി, അതായത് ഇന്നലെ രാത്രി ഒരു 10 മണിക്കും യുവതിയുടെ വീട്ടിലെ അച്ഛനും അമ്മയായിട്ടൊക്കെ ഫോണിൽ സംസാരിച്ചിരുന്നു. അമ്മയോട് ഫോണിൽ സംസാരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞിരുന്നില്ല എന്ന് മാത്രമല്ല നാളെ വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് കോള് കട്ട് ചെയ്യുന്നത്. പക്ഷേ പിന്നീട് ഇവർ അറിയുന്നത് ഈ യുവതി കുഴഞ്ഞു വീണു എന്ന തരത്തിൽ ഇവരുടെ മരുമകനായ ആ പ്രദീപ് വിളിച്ചു പറഞ്ഞാണ് അറിയുന്നത്. തുടർന്നാണ് ആശുപത്രിയിൽ ചെന്നപ്പോൾ ഈ യുവതി മരിച്ചു എന്നറിയുന്നത്. ആത്മഹത്യ ചെയ്തു എന്ന തരത്തിലാണ് ആ യുവാവിൻ്റെ വീട്ടുകാരും മറ്റുമൊക്കെ പറഞ്ഞത്. പക്ഷേ ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യവും ഈ പെൺകുട്ടിക്കില്ല എന്ന് മാത്രമല്ല വലിയ മാനസികമായിട്ട് വലിയ ധൈര്യമുള്ള പെൺകുട്ടിയാണ്. അതുകൊണ്ട് തന്നെ അവൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. മാത്രമല്ല ഇവർ 3 പെൺകുട്ടികളാണ്. ഈ നേഗയാണ് ഏറ്റവും ഒടുവിലെ പെൺകുട്ടി. അതുകൊണ്ട് തന്നെ വീട്ടിൽ അഥവാ ഏതെങ്കിലും തരത്തിൽ ഭർത്താവിൽ നിന്ന് മോശമായ ദുരനുഭവങ്ങൾ ഉണ്ടായാൽ സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കാൻ അതിനുവേണ്ട തൻ്റെ ഇടവും മറ്റൊക്കെ ഉള്ള ഒരു പെൺകുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ആത്മഹത്യ എന്ന തരത്തിൽ ആ കുട്ടി ചിന്തിക്കില്ല എന്ന തരത്തിലാണ് ബന്ധുക്കൾ പറയുന്നത്. ഏതായാലും യുവതിയുടെ മൃതദേഹം ഇൻക്വസ്റ്റിന് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അതേസമയം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മാത്രമേ ഇത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് നിലവിൽ. യുവതിയുടെ ബന്ധുക്കൾ പറയുന്നത് കാരണം പ്രാഥമിക നിഗമനം എന്താണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് അറിയാൻ സാധിക്കുന്നത്? പോലീസ് പ്രധാനമായിട്ടും പറയുന്നത് യുവതിയുടെ കഴുത്തിൽ 2 പാടുകൾ ഉണ്ട്. അത് ചിലപ്പോൾ
ആത്മഹത്യ ചെയ്തതിൻ്റെ ഭാഗമായിട്ടുണ്ടായതായിരിക്കാം. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കയർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ കേബിൾ ഉപയോഗിച്ചോ ഒക്കെ വലിച്ച് കൊന്നതായിരിക്കാം എന്ന തരത്തിലുമുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഒരു വ്യക്തത എത്തണമെങ്കിൽ അല്ലെങ്കിൽ വ്യക്തതയിലേക്ക് എത്തണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരേണ്ടിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പോലീസും പറയുന്നത്. നിലവിൽ പോലീസിന് ഈ ഇൻക്വസ്റ്റും മറ്റുമൊക്കെ പൂർത്തിയാകുമ്പോൾ പോലീസ് പറയുന്നത് കഴുത്തിൽ 2 മുറിവുകൾ ഉണ്ട് എന്നുള്ളൊരു കാര്യം മാത്രമാണ്. ദേവിക. ശരി. എൻ പ്രശാന്ത് IASഉം സർക്കാരും വീണ്ടും നേർക്കുനേർ. മുതിർന്ന IAS ഉദ്യോഗസ്ഥരെ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിച്ചെന്ന് ചൂണ്ടിക്കാട്ടി എൻ പ്രശാന്ത് IASനെതിരെ സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. എന്തായിരുന്നു അധിക്ഷേപം എന്നറിയാൻ ആകാംക്ഷയുണ്ടെന്നും കൃത്രിമത്വവും അഴിമതിയും ജനങ്ങളെ അറിയിക്കുന്നത് എങ്ങനെ അധിക്ഷേപമാകുമെന്നും അദ്ദേഹം സമൂഹ മാധ്യമക്കുറിപ്പിൽ കുറിച്ചു. സസ്പെൻഡ് ചെയ്ത് 6 മാസത്തിനകം അന്വേഷണ റിപ്പോർട്ട് നൽകണമെന്ന ചട്ടം നിലനിൽക്കെ 9 മാസങ്ങൾക്ക് ശേഷമാണ് എൻ പ്രശാന്തിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചത്. സസ്പെൻഷനിലായ കേരള രജിസ്ട്രാർ KS അനിൽകുമാറിന് ശമ്പളം നൽകേണ്ടതില്ല എന്ന VC. ശമ്പളം തടഞ്ഞുവെക്കാൻ ഫിനാൻസ് ഓഫീസർക്ക് ഡോക്ടർ മോഹനൻ കുന്നുമൽ നിർദ്ദേശം നൽകി. സസ്പെൻഷൻ കാലയളവിലെ ശമ്പളം നൽകേണ്ടെന്ന് ഉത്തരവിൽ പറയുന്നു. സസ്പെൻഷൻ അംഗീകരിക്കാതെ അനിൽകുമാർ സർവകലാശാലയിൽ എത്തുന്നതിനാലാണ് തീരുമാനം. ഗവർണറോട് അനാദരവ് കാണിച്ചതിനായിരുന്നു സസ്പെൻഷൻ. കേരള സർവകലാശാല വിവാദത്തിൽ ഗവർണറുമായി സർക്കാർ സമവായത്തിന് ശ്രമിക്കുമ്പോഴും നിലപാട് കടുപ്പിച്ച് വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമേൽ. സെനറ്റ് ഹാളിൽ നടന്ന സ്വകാര്യ ചടങ്ങിൽ പങ്കെടുത്ത ഗവർണറോട് അനാദരവ് കാട്ടിയെന്ന പേരിൽ സസ്പെൻഷനിലായ രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിന്റെ ശമ്പളം തടഞ്ഞുവെക്കാൻ ഫിനാൻസ് ഓഫീസർക്ക് VC നിർദ്ദേശം നൽകി. ജൂലൈ 2-നാണ് VCയുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത്. എന്നാൽ ജൂലൈ 6-ന് VCയുടെ അസാന്നിധ്യത്തിൽ ഏതാനും സിൻഡിക്കേറ്റ് അംഗങ്ങൾ യോഗം ചേർന്ന് അനിൽകുമാറിന്റെ സസ്പെൻഷൻ പിൻവലിച്ചു. തുടർന്ന് രജിസ്ട്രാറുടെ ചുമതല വീണ്ടും ഏറ്റെടുത്തതായി യൂണിവേഴ്സിറ്റി ഉത്തരവുമിറക്കി. VC പ്ലാനിംഗ് ഡയറക്ടർ ഡോക്ടർ മിനി കാപ്പന് രജിസ്ട്രാറുടെ ചുമതല നൽകിയെങ്കിലും അനിൽകുമാർ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നിർദ്ദേശപ്രകാരം എന്നും ഓഫീസിൽ ഹാജരാകുന്നുണ്ട്. ഇതിനെ തുടർന്നാണ് അനിൽകുമാറിന്റെ ശമ്പളം തടഞ്ഞുവെക്കാനും നിയമപ്രകാരമുള്ള ഉപജീവന ഭത്ത അനുവദിക്കാനും ഫിനാൻസ് ഓഫീസർക്ക് VC നിർദ്ദേശം നൽകിയത്. ജനം, തിരുവനന്തപുരം. PS അച്യുതാനന്ദനെ അധിക്ഷേപിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ട താമരശ്ശേരി സ്വദേശി ആവിദ് അടിവാരത്തിനെതിരെ കേസ്. താമരശ്ശേരി പോലീസാണ് കേസെടുത്തത്. DYFI പ്രവർത്തകനും അഭിഭാഷകനുമായ PP സന്ദീപിന്റെ പരാതിയിലാണ് നടപടി. ദിസ്ന സുരേഷ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ദിസ്ന, ഏത് തരത്തിലാണ് PS അച്യുതാനന്ദനെ ഇയാൾ സമൂഹ മാധ്യമത്തിലൂടെ അധിക്ഷേപിച്ചത്? ദേവിക, കഴിഞ്ഞ ദിവസം VSന്റെ മരണത്തിന് ശേഷമാണ് ഇത്തരത്തിലൊരു FB പോസ്റ്റ് വരുന്നത്. ഈ പോസ്റ്റ് വലിയ രീതിയിൽ ഷെയർ ചെയ്യപ്പെടുകയും വ്യാപക വിമർശനങ്ങൾക്കൊക്കെ തന്നെയും ഇടയാക്കിയിരുന്നു. ഈ ആവിദ് അടിവാരമാണ് ഇത്തരത്തിലൊരു പോസ്റ്റ്. നമുക്കറിയാം, നമുക്ക് പോലീസിൽ നിന്ന് ലഭ്യമായിട്ടുള്ള വിവരം ഈ ആവിദ് അടിവാരം ഇപ്പോൾ നിലവിൽ, അതായത് കേരളത്തിലില്ല, മറിച്ച് വിദേശത്താണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ അതായത് ഈ കേസ് എടുക്കുകയല്ലാതെ മറ്റു നടപടികളിലേക്ക് കടക്കാൻ കഴിയുമോ എന്നതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ ആവിദ് അടിവാരത്തിനെതിരെ കേസ് എടുത്തിരിക്കുകയാണ്. നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് DYFI പ്രവർത്തകനും അഭിഭാഷകനുമായ PP സന്ദീപ് നൽകിയ പരാതിയിന്മേലാണ് ഇപ്പോൾ താമരശ്ശേരി പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. VSനെ ഇസ്ലാം വിരോധിയായി ചിത്രീകരിക്കുന്നതായിരുന്നു പോസ്റ്റ് എന്ന ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. ദേവിക. ശരി. പിതൃപുണ്യത്തിൽ അലിഞ്ഞ് ദക്ഷിണ കേരളത്തിലെ ബലിതർപ്പണ കേന്ദ്രങ്ങൾ. തിരുവല്ലം, വർക്കല, തിരുമുല്ലാവാരം തുടങ്ങി പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം ഭക്തലക്ഷങ്ങൾ ബലിയർപ്പിച്ചു. തിരുവനന്തപുരത്തെ തർപ്പണ കേന്ദ്രങ്ങളിൽ ഇതര സംസ്ഥാനത്ത് നിന്നുള്ള വിശ്വാസികൾ വലിയ തോതിൽ എത്തിയിരുന്നു. പുലർച്ചെ മുതൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. ഒരു നേരം മാത്രം അരിയാഹാരം കഴിച്ച് മനസ്സും ശരീരവും വ്രതശുദ്ധമാക്കി ബലിയർപ്പിക്കാൻ ഒഴുകിയെത്തിയത് വിശ്വാസി ലക്ഷങ്ങളാണ്. വലത് കൈയിലെ മോതിര വിരലിൽ പവിത്രമണിഞ്ഞ് തൂശനിലയിൽ ദർഭ വിരിച്ച് എള്ളും അക്ഷതവുമായി ശ്രാദ്ധം കൂട്ടി പിതൃക്കളെ വിളിച്ച് പിണ്ടച്ചോറുരുട്ടി മന്ത്രോച്ചാരണത്തോടെ ആത്മസമർപ്പണം. തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രത്തിലെ ബലിതർപ്പണത്തിന് ആചാര ഐതിഹ്യ പെരുമകൾ ഏറെയാണ്. എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്ന ശരീരം എന്നാണ്. പരശുരാമക്ഷേത്രം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ശരീരമായിട്ടാണ് കണക്കാക്കുന്നത്. നമ്മുടെ ശരീരത്തിലേക്ക് എന്ത് ചെന്നാലും നമ്മളായിട്ട് മാറും. ഭഗവാന്റെ ശരീരത്തിലേക്കാണ് നമ്മൾ ഭഗവാനായിട്ട് മാറി എന്നുള്ളതുകൊണ്ടാണ് ദുർമരണം സംഭവിച്ചാൽ പോലും തിരുവല്ലത്ത് വന്ന് പിതൃതർപ്പണം ചെയ്താൽ അത് മോക്ഷദായകമാണ് എന്ന് പറയുന്നതിൻ്റെ കാര്യം അതുകൊണ്ടാണ്. പ്രത്യേകിച്ച് ക്ഷേത്രത്തിൽ വലിയുള്ള ഒരേ ഒരു സ്ഥലം തിരുവല്ലം മാത്രമാണ്. ലോകത്ത് വേറെ ഒരിടത്തും ക്ഷേത്രത്തിന് വെളിയിൽ വലിയില്ല.
വെളിയിലാണ് ഇവർ, അകത്തില്ല. തിരുവനന്തപുരത്തെ പ്രധാന സ്നാനഘട്ടങ്ങളിൽ എല്ലാ ഇതര സംസ്ഥാനത്തു നിന്നുള്ള വിശ്വാസികളുടെ വലിയ പങ്കാളിത്തം ഉണ്ടായിരുന്നത് ശ്രദ്ധേയമായി. கோயம்புத்தூர்லேருந்து வருது ஃபஸ்ட் டைம். எல்லாம் சிறப்பாக பண்ணுறாங்க. ஹாப்பி. என்னோட மகனை இறந்ததுனால ஹாப்பி இல்லை, ஆனால் கோயிலுக்கு வந்து திருப்தியாக பண்ணி கொடுத்தாங்க. எல்லாம் ஹாப்பி. വർക്കല പാപനാശം, തിരുമുല്ലാവാരം മഹാവിഷ്ണു ക്ഷേത്രം, ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം, പന്തളം മഹാദേവ ക്ഷേത്രം തുടങ്ങി തെക്കൻ കേരളത്തിലെ മറ്റ് പ്രധാന സ്നാനഘട്ടങ്ങളിലും ക്ഷേത്രങ്ങളിലും ബലിതർപ്പണ ചടങ്ങുകൾ സംഘടിപ്പിച്ചു. എല്ലാ തർപ്പണ കേന്ദ്രങ്ങളിലും സേവാഭാരതി, ഹിന്ദു ഐക്യവേദി, ക്ഷേത്ര സംരക്ഷണ സമിതി തുടങ്ങിയ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ ഭക്തർക്ക് പ്രത്യേക സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു. പത്തനംതിട്ട, കൊല്ലം ബ്യൂറോകൾക്കൊപ്പം ജനം, തിരുവനന്തപുരം. കൊല്ലം തിരുമുല്ലവാരത്ത് ബലിയർപ്പിക്കാനെത്തിയ ജനങ്ങൾ വലഞ്ഞത് മണിക്കൂറുകളോളമാണ്. പണം വാങ്ങിയിട്ടും ദേവസ്വം ബോർഡ് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയില്ലെന്ന് വ്യാപക പരാതി. ബലിയർപ്പിക്കാനാകാതെ പലരും കണ്ണീരോടെയാണ് മടങ്ങിയത്. 5 മണിക്ക് ഇവിടുന്ന് ക്യൂ തുടങ്ങിയതാ. ഇവിടുന്ന് അങ്ങ് അറ്റം വരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ 4ാമത്തെ കൗണ്ടറിനകത്ത് വരെ പ്രവേശിച്ച് 4 മണിക്കൂർ മഴ മൊത്തം നനഞ്ഞിട്ടാണ് അകത്ത് പ്രവേശിച്ചു കഴിഞ്ഞപ്പം 100 പേർക്ക് ഇരിക്കാനുള്ള സ്ഥലത്ത് 500 പേര്, അതിനകത്തുള്ളത് 500 പേരാ. എന്നിട്ട് അടുത്തിരിക്കുന്നവന്റെ പിണ്ടമെടുത്ത് കർമ്മം ചെയ്യാൻ നമ്മൾ എങ്ങനെ സഹിക്കും? നമ്മുടെ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് ബലി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിയിൽ വ്രതം എടുത്ത് വരുന്നവരാ. അടുത്തിരിക്കുന്നവന്റെ പിണ്ടമെടുത്ത് കർമ്മം ചെയ്യാൻ ഞാൻ 6 മണിക്ക് വന്നതാ. 6 മണിക്ക് വന്ന് ഇതിനകത്ത് കയറി. അവിടുന്ന് പിന്നെ ഇലയില്ല, കെണ്ടിയില്ല, കെണ്ടി ഉണ്ടെങ്കിൽ ചോറില്ല, ഗർഭയില്ല, യാതൊന്നുമില്ല. അവിടെ ഇരുന്ന് കുറേ സമയം ഇവിടെ വന്ന് അന്വേഷിച്ച് പിടിച്ച് പോവുക. എല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ദേവസ്വം ബോർഡ് ഉണ്ടെന്നും പറഞ്ഞിട്ട് ഈ റെസിപ്റ്റൊക്കെ എഴുതി തന്ന് ഇവിടെ വന്ന് ഞങ്ങൾ വന്ന് കയറിയത്. 6 മണിക്ക് വന്ന് കയറിയതാണ്. ഇനിയിപ്പോൾ എന്തിനാ ഇത് ചെയ്യുന്നത്? നേരെ അങ്ങ് പോവുക. വീട്ടിൽ പോയി കുളിച്ചിട്ട് ബലിയർപ്പിക്കുന്നില്ല. ഇല്ല, ബലിയർപ്പിക്കുന്നില്ല, വേണ്ടെന്ന് വെച്ചു. 5 മണിക്കൂറായി ഞങ്ങൾ നിൽക്കാൻ തുടങ്ങിയിട്ട്. രാവിലെ 5 മണിക്ക് വന്നത്, ഇപ്പോൾ 10 മണിയാവാൻ പോകുന്നില്ലേ. ഞങ്ങൾ എത്ര സമയം കൊണ്ട് നിൽക്കുക? കുറേ ബാക്കിൽ നിന്ന് വന്ന് തെള്ളി ഇടിച്ച് കയറി. അങ്ങനല്ല, ഒരു നിയന്ത്രണത്തിലേ ഈ ബലിതർപ്പണം ചെയ്യാൻ പറ്റത്തുള്ളൂ. ബലിതർപ്പണം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം അർപ്പിക്കുന്നതാണ് ഇവർ തരുന്നത്. ഇതെല്ലാം ചോറ് പുറക്കെ, അതിൻ്റെ പുറക്കെ എള്ള്, അതിൻ്റെ പുറക്കെ ദർഭ, അതിൻ്റെ പുറക്കെ മോതിരം, ഇങ്ങനെ എടുക്കാനായി എല്ലാവരും പോകുന്നത്. അങ്ങനല്ല ചെയ്യുന്നത്. എല്ലാം തിരുമേനിമാർ വന്ന് നമ്മളത് ചെയ്യുന്നത്. ആലപ്പുഴയിൽ നിന്ന് വന്നതാ. ഞങ്ങൾക്ക് ഇതേവരെ ഒന്നും കിട്ടിയിട്ടില്ല. ഞങ്ങൾ നിന്നതായി വയ്യാത്ത കാലും കൊണ്ടാണ് നിൽക്കുന്നത്. എപ്പോൾ വീഴുമെന്ന് അറിയാനൊക്കോ? വെള്ളം പോലും കുടിക്കാതാണ് നിൽക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ മക്കളല്ലയോ? ഇതൊന്ന് നോക്ക്. ഞങ്ങൾ എത്രയോ മണിക്കൂർ ചോദിക്കാൻ വന്നില്ല. ഇല്ല, ആരും അന്വേഷിക്കാൻ വന്നില്ല. വീണുപോയ ആര് സമ്മാനം പറയും? എൻ്റെ മക്കൾക്ക് ഞാനില്ല, അതല്ലേ ഉള്ളു. ബലിയിടാൻ വന്നതാ. നോക്ക്, ഈ കാലും വെച്ചോണ്ടാ നിൽക്കുന്നത്. ഇതാരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? എന്തിനാ നമ്മുടെ മിത്രങ്ങൾ മരിച്ചുപോയി, അതിന് പ്രതിപൂജ ഇടുന്നതിന് 25 രൂപ വെച്ച് 100 രൂപ വാങ്ങിക്കുന്നത്? എന്തിനിങ്ങനെ സമ്പാദിക്കുന്നത്? 1500 2000 പേർക്ക് ഇരിക്കേണ്ട പന്തലിട്ട് വെച്ചിരിക്കുക. എന്താ പറയുക, ഞങ്ങൾ കെണ്ടിയില്ലെന്ന്. പിന്നെ എന്തിനാ ഇത്രയും പന്തലിട്ട് വെച്ചത്? ഉള്ളവരെ രാവിലെ വന്ന് നിൽക്കുക, ഒരു തലചുറ്റി വീഴത്തില്ലേ നമ്മള്? ഇങ്ങനെ ഉണ്ടോ? ആകെ എല്ലാവരും കൊണ്ട് ഭയങ്കര വിഷമത്തിൽ നിൽക്കുന്നു. ദേവസ്വം ബോർഡ് കാണിക്കുന്ന ഏറ്റവും വലിയ അനാസ്ഥയാണ്. കാശ് മാത്രം മേടിക്കാനുള്ള ലക്ഷ്യം മാത്രമേ അവർക്കുള്ളൂ. ഹിന്ദുവിൻ്റെ ഈ ഒരു സംസ്കാരം കൂടെ അവർ നശിപ്പിക്കുക. കാര്യമെന്ന് വെച്ചാൽ ഇന്ന് രാവിലെ ഇവിടെ വന്ന് വേണ്ടുന്ന ഈ സാധനങ്ങൾ കൊടുക്കാനുള്ള ജീവനക്കാരെ അവർ ഇട്ടിട്ടില്ല. അതുകൂടാതെ പോലീസ് സന്നാഹം ഇതിനെ നിയന്ത്രിക്കാനില്ല. കാശ് മേടിക്കുക, പറഞ്ഞു വിടുക. കാളെ ഊരി വരുന്ന ഒരു പണിയാണ് ദേവസ്വം ബോർഡ് കാണിച്ചേക്കുന്നത്, അല്ല വേറൊരു പണിയും കാണിക്കുന്നില്ല. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഹിന്ദുവിൻ്റെ, ഞങ്ങളുടെയൊക്കെ ആത്മാഭിമാനമാണ് ഇന്ന് നഷ്ടപ്പെട്ടത്. ഹിന്ദുവിൻ്റെ ആത്മാഭിമാനമാണ്. ആലുവ മണപ്പുറത്ത് പിതൃതർപ്പണം നടത്തിയ ആയിരങ്ങൾ പുലർച്ചെ 2:30 ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. ക്ഷേത്രം മേൽശാന്തി മുല്ലപ്പള്ളി ശങ്കരൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സേവാഭാരതി ഉൾപ്പെടെ സഹായ സേവനങ്ങളുമായി രംഗത്തുണ്ടായിരുന്നു.
പിതൃമോക്ഷത്തിനായി ആയിരങ്ങളാണ് ആലുവ മണപ്പുറത്ത് ബലിതർപ്പണം നടത്തിയത്. പുലർച്ചെ 2:30 ആരംഭിച്ച ബലിതർപ്പണ ചടങ്ങുകൾക്ക് ക്ഷേത്രം മേൽശാന്തി മുല്ലപ്പള്ളി ശങ്കരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പെരിയാറിൽ മുങ്ങി നിവർന്ന് ഈറനോടെ പിതൃമോക്ഷത്തിനായി ബലിതർപ്പണം നടത്തുന്ന ഭക്തരാൽ നിറഞ്ഞിരുന്നു രാവിലെ മുതൽ തന്നെ മണപ്പുറം. അറുപത്തിയൊന്ന് ബലിത്തറകൾക്ക് മുന്നിലും നീണ്ട വരി കാണാമായിരുന്നു. ഭക്തരുടെ ഒഴുക്ക് നിയന്ത്രിക്കാൻ മേൽപ്പാലത്തിലും ക്ഷേത്രപരിസരത്തും പോലീസ് ക്രമീകരണങ്ങൾ ഒരുക്കി. ശിവക്ഷേത്രത്തിൽ 100 കണക്കിന് പേർക്ക് ഒരേ സമയം തൊഴാനും ബാരിക്കേഡുകൾ വെച്ച് സൗകര്യമൊരുക്കിയിരുന്നു. ശാരീരികാസ്വാസ്ഥ്യം അനുഭവപ്പെടുന്നവർക്ക് ചികിത്സ ലഭ്യമാക്കാൻ സേവാഭാരതി ഉൾപ്പെടെയുള്ള സന്നദ്ധ സംഘടനകളുടെയും സിവിൽ ഡിഫൻസ് ടീമിൻ്റെയും സാന്നിധ്യമുണ്ടായിരുന്നു. സേവാഭാരതിയുടെ നേതൃത്വത്തിൽ ഭക്ഷണ വിതരണവും അടിയന്തര ചികിത്സാ സൗകര്യവും ക്രമീകരിച്ചതിനു പുറമെ 50ഓളം വരുന്ന വോളണ്ടിയർമാർ തിരക്ക് നിയന്ത്രിക്കാനും മറ്റുമുണ്ടായിരുന്നു. നമ്മൾ തലേ ദിവസം തുടങ്ങി ഇവിടെ സേവന പ്രവർത്തനങ്ങളായിട്ട് 50ഓളം വാളണ്ടിയേഴ്സ്മാരും 3 ആംബുലൻസും നമ്മൾ ഉണ്ടാവാറുണ്ട്. തിരക്ക് ഇപ്പോൾ ശരാശരി നല്ല രീതിയിൽ തിരക്ക് ടൗണിലും എല്ലായിടത്തായിട്ട് തിരക്ക് കൂടുതലുണ്ട്. ഇന്ന് 50ഓളം വാളണ്ടിയേഴ്സ് ഉണ്ട്. അത് പല സ്ഥലങ്ങളായിട്ട് അവർ സേവന പ്രവർത്തനങ്ങൾക്കായിട്ട് വിന്യസിച്ചേക്കാണ്. ശ്രീരാമ ഭഗവാൻ പക്ഷിശ്രേഷ്ഠനായ ജടായുവിനെ അന്ത്യകർമ്മങ്ങൾ ചെയ്തത് മണപ്പുറത്താണെന്നും അതിനാൽ ഇവിടെ ബലിതർപ്പണം നടത്തുന്നത് പിതൃമോക്ഷ സവിശേഷമാകുമെന്നും ഐതിഹ്യം. ജനം, കൊച്ചി. വടക്കൻ കേരളത്തിൽ വിവിധ കേന്ദ്രങ്ങളിലായി ബലിതർപ്പണ ചടങ്ങുകൾ വിപുലമായി നടന്നു. കോഴിക്കോട് ജില്ലയിൽ വരക്കൽ കടപ്പുറം, കണ്ണൂർ പയ്യാമ്പലം കടപ്പുറം, മലപ്പുറം തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം എന്നിവിടങ്ങളിൽ പിതൃതർപ്പണത്തിനായി വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. വരക്കൽ കടപ്പുറത്ത് ഇന്നലെ വൈകുന്നേരം 4 മണി മുതൽ തന്നെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. ശ്രീകണ്ഠേശ്വര ക്ഷേത്രയോഗത്തിന്റെയും ദുർഗാദേവി ക്ഷേത്രത്തിന്റെയും ഹിന്ദു ഐക്യവേദിയുടെയും നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ പിതൃതർപ്പണത്തിനായി ദൂരസ്ഥലങ്ങളിൽ നിന്നടക്കം നിരവധി പേർ എത്തിയിരുന്നു. ഇന്ന് പുലർച്ചെ മുതൽ 11 മണി വരെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. ബലിതർപ്പണത്തിന് വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരുന്നത്. വലത് കൈയിൽ കുറച്ച് ജലമെടുത്ത് ഉയർത്തിപ്പിടിച്ച് അതിലേക്ക് തന്നെ ഒഴിക്കുക. അങ്ങനെ 3 പ്രാവശ്യം ആപ്യായിച്ച് പ്രോഷിക്കുക എന്നാണ് പറയാ. കൈയിലാക്കി ഇടത് കൈ ചേർത്ത് നമ്മളിനി നമ്മുടെ പരമ്പരയിലുള്ള പിതൃക്കളുടെ ചൈതന്യത്തെ വളരെ ഹൃദയപൂർവ്വം ഭക്തിയോടുകൂടി ആദരവോടുകൂടിയിട്ട് ആവാഹിക്കാൻ വേണ്ടി പോവുകയാണ്. കണ്ണൂർ ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിലും പയ്യാമ്പലം കടപ്പുറത്തും ആയിരങ്ങളാണ് പിതൃതർപ്പണത്തിനായി എത്തിയത്. പലയിടങ്ങളിലും പുലർച്ചെ 3 മണിയോടെ തന്നെ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. പയ്യാമ്പലത്ത് സേവാഭാരതിയുടെ നേതൃത്വത്തിൽ ഒരേ സമയത്ത് 600ഓളം പേർക്ക് പിതൃതർപ്പണം നടത്താനുള്ള സൗകര്യം ഒരുക്കിയിരുന്നു. 3-1 വരതെടുക്കാം. ജന്മാന്തരകൃതാനി താനി താനി വിനശ്യന്തോ പ്രദക്ഷിണ പദേ പദേ. 3 തെക്കോട്ട് തിരിഞ്ഞു നിൽക്കൂ, തൊഴുതു ചൊല്ലോ, തെക്കോട്ട് തൊഴുതു ചൊല്ലുക, തൊഴുതു നിൽക്കൂ മതി. നമോ നാരായണായ, നമോ നാരായണായ, നമോ നാരായണായ, നമോ നാരായണായ. ത്രിമൂർത്തി സംഗമസ്ഥാനമായ മലപ്പുറത്തെ തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രത്തിൽ പുലർച്ചെ 2 മണി മുതൽ തന്നെ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. 16 കർമ്മികളാണ് ചടങ്ങിന് കാർമ്മികത്വം വഹിച്ചത്. സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്ന് ആയിരങ്ങളാണ് ബലിതർപ്പണത്തിനായി എത്തിയത്. കണ്ണൂർ മലപ്പുറം ബ്യൂറോകൾക്കൊപ്പം ജനം, കോഴിക്കോട്. പിതൃതർപ്പണത്തിന് പേരുകേട്ട തിരുനെല്ലി ക്ഷേത്രത്തിൽ ആയിരക്കണക്കിന് ആളുകളാണ് ബലിയിടാനെത്തിയത്. രാവിലെ 3 മണി മുതലാണ് ബലിതർപ്പണം ആരംഭിച്ചത്. മഴയെ തുടർന്ന് പാപനാശിനിയിൽ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയത്. ബലിയിടൽ കർമ്മത്തിനായി ഈ വർഷവും ആയിരങ്ങളാണ് തിരുനെല്ലി ക്ഷേത്രത്തിലെത്തിയത്. പ്രതികൂല കാലാവസ്ഥയെ അവഗണിച്ചാണ് ഓരോരുത്തരും തങ്ങളുടെ പിതൃക്കൾക്ക് ആത്മശാന്തി നേരുവാൻ പാപനാശിനിയിലേക്ക് എത്തിച്ചേർന്നത്. പാപനാശിനിയിൽ പിതൃകർമ്മങ്ങൾ ചെയ്താൽ പൂർവികർക്ക് മോക്ഷം കിട്ടുമെന്നും ഇവിടെ മുങ്ങിക്കുളിക്കുന്നവരുടെ പാപങ്ങളെല്ലാം അകലുമെന്നുമാണ് വിശ്വാസം. ശ്രീരാമന്റെ വനവാസക്കാലത്ത് പിതാവ് മരിച്ചപ്പോൾ ഇവിടെ എത്തി പിതൃകർമ്മം ചെയ്തു എന്നാണ് ഐതിഹ്യം. പാപനാശിനിയിൽ രാവിലെ 3 മണിക്ക് തന്നെ ബലിതർപ്പണം ആരംഭിച്ചു. വലിയ തിരക്കാണ് പാപനാശിനിയിൽ അനുഭവപ്പെട്ടത്.
വയനാട്ടിൽ നിന്ന് മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നടക്കമുള്ള ആളുകൾ തിരുനെല്ലിയിലെത്തി. മഴ ശക്തമായതിനെ തുടർന്ന് വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പാപനാശിനിയിൽ ഒരുക്കിയത്. ജനം, വയനാട്. ആറന്മുള വള്ളസദ്യ നടത്തിപ്പിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെ പള്ളിയോട സേവാ സംഘം രംഗത്ത്. ദേവസ്വം ബോർഡ് ആചാര ലംഘനം നടത്തി വള്ളസദ്യ വാണിജ്യവൽക്കരിക്കുകയാണെന്നാണ് ആരോപണം. എല്ലാ ഞായറാഴ്ചയും വള്ളസദ്യ നടത്താനുള്ള ദേവസ്വം ബോർഡ് തീരുമാനത്തിനെതിരെ പള്ളിയോട സേവാ സംഘം ബോർഡിന് കത്ത് നൽകി. പുരോഗമനത്തിന്റെ പാതയിൽ ഭാരതത്തിന്റെ റെയിൽ മേഖല കഴിഞ്ഞ 4 വർഷത്തിനിടെ 1.9 ലക്ഷം കോടിയിലേറെ രൂപയുടെ പദ്ധതികൾക്ക് അനുമതി നൽകിയതായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയും നമോ ഭാരത് റാപ്പിഡ് റെയിലും ഉൾപ്പെടെ ഇതുവരെ 237 പദ്ധതികളാണ് നടപ്പിലാക്കിയത്. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം അറിയിച്ചത്. കഴിഞ്ഞ 3 സാമ്പത്തിക വർഷങ്ങളിലും നടപ്പ് സാമ്പത്തിക വർഷത്തിലും നടത്തിയ വികസന പദ്ധതികളെക്കുറിച്ചാണ് അദ്ദേഹത്തിന്റെ പരാമർശം. 40 പുതിയ ലൈനുകൾ യാഥാർത്ഥ്യമാക്കി, 180 പാതകൾ ഇരട്ടിപ്പിച്ചു തുടങ്ങി അഭിമാനകരമായ നിരവധി പ്രവർത്തനങ്ങളാണ് ഇക്കാലയളവിൽ നടത്തിയത്. മൊത്തം 9703 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഏകദേശം 1,90,33,303 കോടി രൂപയുടെ പദ്ധതികളാണ് നടപ്പിലാക്കിയതെന്ന് അശ്വിനി വൈഷ്ണവ് ലോക്സഭയിൽ അറിയിച്ചു. 2009 മുതൽ 2014 വരെ പ്രതിദിനം 4.2 കിലോമീറ്റർ വീതം ആകെ 7,599 കിലോമീറ്റർ ട്രാക്കുകൾ കമ്മീഷൻ ചെയ്തെങ്കിൽ 2014 മുതൽ 2025 വരെയുള്ള കാലഘട്ടത്തിൽ പ്രതിദിനം 8.57 കിലോമീറ്റർ വീതം ആകെ 34,428 കിലോമീറ്റർ ട്രാക്കുകൾ കമ്മീഷൻ ചെയ്യാനായി. അമൃത് ഭാരത് പദ്ധതി വഴി 1,337 സ്റ്റേഷനുകൾ നവീകരണത്തിനായി തിരഞ്ഞെടുത്തിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. യാത്രക്കാർക്ക് സുഖയാത്ര ഉറപ്പു നൽകുന്നതിനായി വന്ദേ ഭാരത്, അമൃത് ഭാരത് ട്രെയിനുകൾ, നമോ ഭാരത് റാപ്പിഡ് റെയിൽ എന്നിവ അവതരിപ്പിച്ചതും ഇക്കാലയളവിലാണ്. ന്യൂസ് ഡെസ്ക്, ജനം. തിരുവനന്തപുരം വർക്കല പാപനാശത്ത് തിരയിൽപ്പെട്ടത് തർപ്പണത്തിനെത്തിയവരാണ്. തിരയിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്തി. ഒരാൾ ആശുപത്രിയിലാണ്. എസ് ശാലിനി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശാലിനി, ഇപ്പോൾ ബലിതർപ്പണത്തിനായി എത്തിയവരാണ് തിരയിൽപ്പെട്ടതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇവർ ആശുപത്രിയിലാണ്. എന്താണിപ്പോൾ നിലവിലെ സ്ഥിതി? ദേവിക, അല്പസമയം മുമ്പാണ് തിരുവനന്തപുരം വർക്കല പാപനാശം കടൽ തീരത്ത് ബലിതർപ്പണത്തിനെത്തിയ 2 പേർ തിരയിൽപ്പെട്ടത്. ഇതിൽ 2 പേരെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ അവിടെ നിന്നും അറിയാൻ സാധിക്കുന്നത്. അതിൽ ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വർക്കലയിലെ തന്നെ സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ വ്യക്തിയെ. കഴിഞ്ഞ മണിക്കൂറിലൊക്കെ തന്നെ അതിശക്തമായ കടൽക്ഷോഭം ഈ മേഖലയിൽ അനുഭവപ്പെടുന്നുണ്ട്. അതിശക്തമായ തിരമാലകൾ അടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തിരയിലിറങ്ങി കടലിലിറങ്ങി ബലിതർപ്പണ ചടങ്ങുകൾ നടത്തുന്നവർ പൂർണ്ണമായും സുരക്ഷിതരാകണമെന്നുള്ള മുൻകരുതലുകൾ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ വർക്കല നഗരസഭയും ദേവസ്വം ബോർഡും നൽകിയതാണ്. കൂടുതൽ ലൈഫ് ഗാർഡുകളെ അടക്കം ഇതിനായി നിയോഗിച്ചിട്ടുമുണ്ടായിരുന്നു. പക്ഷേ ചില വ്യക്തികൾ, ചില ആളുകൾ ഈ ചില സമയത്ത് കടലിലേക്ക് ഇത്തിരി കുറച്ചുകൂടി ഉള്ളിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇങ്ങനെ തിരയിൽപ്പെട്ട 2 പേരെയാണ് പിന്നീട് രക്ഷപ്പെടുത്തുകയും ലൈഫ് ഗാർഡും ഒപ്പം തന്നെ അവിടെ ബലിതർപ്പണ ചടങ്ങുകൾക്ക് എത്തിയവരും ചേർന്ന് രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഇവിടെ നിന്ന് വന്ന വ്യക്തികളാണ് എന്നതിൽ ഇപ്പോൾ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല, വ്യക്തത വന്നിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും അതിശക്തമായ തിരമാലകളാണ് ഈ മേഖലയിൽ ഉണ്ടാകുന്നത്. ശക്തമായ മഴ വരുന്ന 5 ദിവസം കൂടി തുടരുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കടൽക്ഷോഭത്തിന് കേരള തീരത്ത് സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് നിലനിൽക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് അതീവ ജാഗ്രതയോടുകൂടി നടന്ന പാപനാശത്തെ ബലിതർപ്പണ ചടങ്ങിൽ ഇപ്പോൾ 2 പേർ തിരയിൽപ്പെടുകയും ഇവരെ 2 പേരെ രക്ഷപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. ഒരാളെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാര്യമായ പരിക്കുകളോ മറ്റു ബുദ്ധിമുട്ടുകളോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അറിയാൻ സാധിക്കുന്നത്. ദേവിക. ശരി ശാലിനി. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു റിപ്പോർട്ടിലേക്ക്. റഷ്യൻ വിമാനം തകർന്നു. വിമാനത്തിൽ 50ഓളം പേർ ഉണ്ടായിരുന്നതായാണ് വിവരം. കാണാതായത് അൻകാര എയർലൈൻ വിമാനമാണ്. വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഐസൻ ജോസ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഐസൻ, ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായി പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, തീർച്ചയായും ഏറ്റവും സുപ്രധാനമായ ഒരു വിവരം പുറത്തു വരുന്നത് വിമാനത്തിലുണ്ടായിരുന്ന 49 പേരും മരിച്ചു എന്നൊരു സൂചന പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ അത് സംബന്ധിച്ചൊരു സ്ഥിരീകരണം ഇനിയും വരേണ്ടതുണ്ട്. ആന്റനോ 24 എന്ന് പറയുന്ന ഗണത്തിൽപ്പെടുന്ന ഒരു ചെറുവിമാനം എന്ന് തന്നെ പറയാവുന്നൊരു വിമാനമാണ് തകർന്നു വീണത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അങ്കാര എയർലൈൻസിൻ്റെ വിമാനമാണ് തകർന്നു
തകർന്നു വീണത്. ഈ വിമാനം അതിൻ്റെ ഡെസ്റ്റിനേഷനെ അതല്ലെങ്കിൽ അത് ഇറങ്ങുന്നതിന് പുറപ്പെടുന്നതിന് മുൻപ് ഇറങ്ങാനുള്ള ആ സമയത്തിന് മുൻപാണ് ഈ അപകടം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ അപകടം ഉണ്ടായതോടെ, അതായത് മിനിറ്റുകൾക്കകം, അതായത് ഈ റൺവേയെ അഭിമുഖീകരിച്ച് പറക്കുന്ന ആ സമയത്ത് ഈ വിമാനം റഡാറിൻ്റെ പരിധിയിൽ നിന്ന് നഷ്ടപ്പെടുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് സ്ഥിരീകരിക്കാവുന്ന വിവരങ്ങളല്ല എങ്കിൽ കൂടി വിമാനത്തിലുണ്ടായിരുന്ന 49 പേർ മരിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 43 പേർ യാത്രക്കാരായിരുന്നു. അതുപോലെ തന്നെ 6 പേരാണ് ഫ്ലൈറ്റ് സ്റ്റാഫായി ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ക്രൂ ആയി ഉണ്ടായിരുന്നത് എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. നിലവിൽ ഈ നമുക്ക് മറ്റ് കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. ഇത് സംബന്ധിച്ച് റഷ്യൻ സർക്കാരിൻ്റെ തന്നെ പ്രാഥമിക വിവരങ്ങളിൽ പൂർണ്ണമായും വിമാനം തകർന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. ഓരോ വിവരങ്ങൾ വരുന്നതിനനുസരിച്ച് നമുക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ 6 കുട്ടികളും വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ടിൻറ്റ വിമാനത്താവളത്തിലേക്ക്, അതായത് ചൈനയുടെ അതിർത്തിയോട് ചേർന്ന അമൂർ മേഖലയിലെ ടിൻറ്റ വിമാനത്താവളത്തിലേക്ക് ഇറങ്ങുന്ന ആ വേളയിലാണ് ഈ അപകടമുണ്ടായത് എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അങ്കാര എയർലൈൻസിൻ്റെ, അതായത് സൈബീരിയ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ചെറുവിമാന സർവീസായ അങ്കാര എയർലൈൻസിൻ്റെ വിമാനമാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. മരണസംഖ്യ സംബന്ധിച്ച സ്ഥിരീകരണവും അല്ലെങ്കിൽ മരിച്ചത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങളും ഇനിയും വരേണ്ടതുണ്ട് എങ്കിൽ കൂടി മരിച്ചുവെന്ന പ്രാഥമികമായ ചില വിവരങ്ങൾ സൂചനകളായി തന്നെ പുറത്തു വരുന്നുണ്ട്. ദേവിക. ശരി, ഐസൻ തുടരുക. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ട് കൂടി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. തായ്ലൻഡ് കംബോഡിയ അതിർത്തിയിൽ സംഘർഷമുണ്ടായിരിക്കുന്നു. കുഴിബോംബ് സ്ഫോടനത്തിൽ 5 തായ് സൈനികർക്ക് പരിക്കേറ്റതിന് പിന്നാലെയാണ് സംഘർഷമുണ്ടായത്. തായ്ലൻഡ് കംബോഡിയയിൽ വ്യോമാക്രമണവും നടത്തിയിട്ടുണ്ട്. അതിർത്തിയിൽ വെടിവയ്പ് തുടരുകയാണ്. നിരവധി പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ട്. സംഘർഷം രൂക്ഷമായതോടെ അതിർത്തി അടച്ചു. പ്രതിനിധികളെയും ഇരു രാജ്യങ്ങളും തിരിച്ചു വിളിച്ചിട്ടുണ്ട്. ഐസൻ തുടരുന്നുണ്ട്. ഐസൻ, ഇപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ദേവിക, ഇപ്പോഴും ആക്രമണം തുടരുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ 2 രാജ്യങ്ങളും പരസ്പരം നയതന്ത്ര പ്രതിനിധികളെ തിരിച്ചു വിളിച്ചു. അത് സ്വാഭാവികമായും ഒരു യുദ്ധത്തിൻ്റെ സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസമാണ് 5ഓളം സൈനികർക്ക്, അതായത് തായ്ലൻഡിൻ്റെ 5ഓളം സൈനികർക്ക് ഈ കുഴിബോംബ് സ്ഫോടനത്തിൽ പരിക്കേറ്റത്. അതിനു മുൻപും സ്വാഭാവികമായും ഏതാണ്ട് ഒരു മാസം മുൻപ് ഈ സമാനമായൊരു സ്ഫോടനം നടന്നു. അന്നും സൈനികർക്ക് പരിക്കേറ്റു എന്ന നിലവിലെ ഒരു ആരോപണം നിലനിന്നിരുന്നു. അത് സംബന്ധിച്ച് കുറേ കൂടി വിശദീകരണങ്ങൾ, ചർച്ചകളൊക്കെ നടക്കുകയും ചെയ്യുന്നുണ്ട്. 1970 മുതൽ 88 വരെ നിലനിന്നിരുന്ന ഒരു ആഭ്യന്തര കലാപത്തിൻ്റെ ഭാഗമായി കംബോഡിയ പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള ലാൻഡ് മൈനുകൾ സ്ഥാപിച്ചത് അപകടകരമായ രീതിയിൽ പൊട്ടിത്തെറിക്കുന്നുവെന്ന തായ്ലൻഡിലെ മുൻ പ്രധാനമന്ത്രിയുടെ ആ ഒരു നിലപാടുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നത്. പിൻടോങ്ടൺ ഷിനാവത്ര നേരത്തെ ഇക്കാര്യം പറയുകയും സ്വാഭാവികമായി പ്രശ്നങ്ങൾ ഒരു ഗൗരവതരമായ ചർച്ചയിലേക്ക് എത്തുകയും ചെയ്തൊരു സാഹചര്യത്തിൽ 2 തവണ ഇത്തരത്തിൽ കുഴിബോംബ് പൊട്ടി അപകടമുണ്ടാവുകയും ഈ അപകടത്തിൽ സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തതോടെയാണ് സംഘർഷം രൂക്ഷമായത്. പരസ്പരം 2 രാജ്യങ്ങളും യുദ്ധം ആരംഭിക്കുന്ന ഒരു സാഹചര്യം തന്നെ, മിസൈലുകളൊക്കെ തൊടുക്കുകയും അതുപോലെ തന്നെ റോക്കറ്റുകൾ പരസ്പരം വിക്ഷേപിക്കുകയും ചെയ്യുന്ന സാഹചര്യം തന്നെ ഉണ്ടായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതീവ ഗൗരവമുള്ളൊരു വിഷയമായി ഇത് പരിണമിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. ഈ ഒരു സംഭവവികാസം, ഈ സംഘർഷം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് തായ്ലൻഡ് വ്യോമാക്രമണം നടത്തിയത്. ഈ വ്യോമാക്രമണത്തിൽ 2 പേർ മരിച്ചു എന്ന സ്ഥിരീകരണവും വരുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം തന്നെ കുറേ കൂടി അന്താരാഷ്ട്ര സംവിധാനങ്ങളെല്ലാം തന്നെ സ്ഥിരീകരിക്കേണ്ടതുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ളൊരു സംഘർഷം ആരംഭിച്ചിരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് നിലനിൽക്കുന്നത്. അതിർത്തികൾ പരസ്പരം അടച്ചിരിക്കുന്നു. അതുപോലെ തന്നെ 2 രാജ്യങ്ങളും പരസ്പരം നയതന്ത്ര പ്രതിനിധികളെ തിരിച്ചു വിളിക്കുകയും ചെയ്തിരിക്കുന്നു. അതീവ ഗൗരവമുള്ള ഒരു സംഭവവികാസം അന്താരാഷ്ട്ര തലത്തിൽ വീണ്ടും ഉണ്ടായിരിക്കുന്നു. അല്ലെങ്കിൽ ഒരു യുദ്ധത്തിൻ്റെ സമാനമായ ഒരു സ്വഭാവത്തിലുള്ള പ്രശ്നം തന്നെ ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആക്രമണം തുടരുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. പലതരത്തിലുള്ള വെടിവെപ്പുകൾ ഉണ്ടാകുന്നുണ്ട്, മിസൈലുകൾ പരസ്പരം തൊടുക്കുന്നുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ദേവിക. അനിൽ അംബാനിയെ വരിഞ്ഞു മുറുകി ED. മുംബൈയിലെ അനിൽ അംബാനിയുടെ സ്ഥാപനങ്ങളിൽ വ്യാപക റെയ്ഡ്. അനിൽ അംബാനിയെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അടുത്തിടെ സാമ്പത്തിക തട്ടിപ്പുകാരനായി പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ED നടപടി. മൊബൈൽ ഫോൺ കയറ്റുമതി ഹബ്ബാകാൻ ഭാരതം. ഒരു ദശാബ്ദത്തിനിടെ ഫോണുകളുടെ കയറ്റുമതിയിൽ 127 മടങ്ങ് വർദ്ധിച്ച് 2 ട്രില്യൺ രൂപയിലെത്തിയതായി കേന്ദ്രം അറിയിച്ചു. ഇതോടെ ലോകത്തിലെ 2ാമത്തെ വലിയ മൊബൈൽ നിർമ്മാണ രാജ്യമായി ഭാരതം മാറിയെന്ന് കേന്ദ്രമന്ത്രി ജിതിൻ പ്രസാദ് ലോക്സഭയിൽ അറിയിച്ചു. ആഭ്യന്തര നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്രം ആവിഷ്കരിച്ച പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം പോലുള്ള പദ്ധതികളാണ് ഇതിന് ഊർജ്ജം പകരുന്നത്. 2014-15 സാമ്പത്തിക വർഷത്തിൽ 1500 കോടി രൂപയുടെ മൊബൈൽ ഫോണുകളാണ് കയറ്റുമതി ചെയ്തത്.
എന്നാൽ 10 വർഷത്തിനിപ്പുറം 2024-25 സാമ്പത്തിക വർഷത്തിൽ 2 ലക്ഷം കോടി രൂപയുടെ ഫോണുകളാണ് കടൽ കടന്നത്. കഴിഞ്ഞ പതിറ്റാണ്ടിന്റെ തുടക്കത്തിൽ രാജ്യത്ത് 75% മൊബൈൽ ഫോണുകളും ഇറക്കുമതിയായാണ് ചെയ്തിരുന്നത്. എന്നാൽ നിലവിൽ കേവലം 0.02% മാത്രമാണ് ഇറക്കുമതി. മെയ്ഡ് ഇൻ ഇന്ത്യ ഐഫോണുകളാണ് കയറ്റുമതി കുതിപ്പിൽ രാജ്യത്തിന് ഊർജ്ജം പകരുന്നത്. ബിസിനസ് ഡെസ്ക്, ജനം. വിപണി കൈയടക്കാൻ പ്രമുഖ സ്മാർട്ട് ഫോൺ ബ്രാൻഡായ വിവോ എക്സ് ഫോൾഡ് 5ന്റെ ഓൾ കേരള ലോഞ്ചും വിവോ X200 FEയുടെ ആദ്യ ദിന റെക്കോർഡ് സെയിൽ ആഘോഷവും നടന്നു. കൊച്ചിയിൽ മൈജിയുടെ നേതൃത്വത്തിലായിരുന്നു ആഘോഷം. ചലച്ചിത്ര താരം ആസിഫ് അലി മുഖ്യാതിഥിയായിരുന്നു. ഒപ്റ്റിക്കൽ ടെക്നോളജിയിൽ ലോകത്തിലെ മുൻനിരക്കാരായ സൈസ് ക്യാമറ ലെൻസാണ് വിവോ എക്സ് ഫോൾഡ് 5, വിവോ X200 FE ഫോണുകളിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഉപഭോക്താക്കൾക്ക് ഏറ്റവും മികച്ച ദൃശ്യ അനുഭവവുമായി AI ഫീച്ചറുകൾ ഉൾപ്പെടെ എത്തുന്ന പുതിയ ഫോൾഡബിൾ ഫോണാണ് വിവോ എക്സ് ഫോൾഡ് 5. 50 MB ട്രിപ്പിൾ റിയർ ക്യാമറ, 20 MB ഫ്രണ്ട് ക്യാമറ, 100x സൂം എന്നിവയാണ് പ്രത്യേകതകൾ. മറ്റു പല സവിശേഷതകൾ ഉൾപ്പെടെ IPX8 വാട്ടർ റെസിസ്റ്റൻസും ഉള്ളതിനാൽ വെള്ളത്തിൽ വീണ് കേടാവുന്നതിനുള്ള സാധ്യതകൾ കുറയ്ക്കുന്നുണ്ട്. ആൻഡ്രോയിഡ് 15 അടിസ്ഥാനമാക്കിയുള്ള ഫൺടച്ച് OS 15 ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഈ ഫോണിനുള്ളത്. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ ചലച്ചിത്ര നടൻ ആസിഫ് അലി മുഖ്യാതിഥിയായിരുന്നു. മൈജി ചെയർമാൻ AK ഷാജി, വിവോ ഇന്ത്യ സെയിൽസ് വൈസ് പ്രസിഡന്റ് ടെറി ഹോം കൂടാതെ മൈജി വിവോ ഒഫീഷ്യൽസും പങ്കെടുത്തു. ഒരു ഫോൾഡ് ഫോണിന്റെ ട്രെൻഡാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ റീസെന്റ് സാംസങ്ങിന്റെയും വിവോയുടെ ഒക്കെ ഫോൾഡ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്കാണ് ഇപ്പം എല്ലാവരും മാറിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ട്രെൻഡിലേക്കാണ്. അപ്പോൾ നല്ല ബ്രേവ് ഫോൺസുകൾ ഈ ഒരു മാസം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഇത്തരം ഫോണുകൾ വിൽക്കുന്നത് കേരളത്തിലാണ്. കേരളത്തിൽ ഇതിന് ഒരുപാട് കസ്റ്റമർ ഉണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് ഇന്ത്യയിലെ നാഷണൽ ചാമ്പ്യൻസ് അവാർഡ് ലൈക്ക് വിവോ, ആപ്പിൾ, സാംസങ്ങിലൊക്കെ നാഷണൽ ചാമ്പ്യൻ അവാർഡുകൾ ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. മൈജിക്ക് ഒരുപാട് സന്തോഷം. കേരളത്തിലെ എല്ലാ കസ്റ്റമേഴ്സിനോടും ഇതിന് ഒരു വലിയ നന്ദി അറിയിക്കുകയാണ്. വിവോ എക്സ് ഫോൾഡ് 5, വിവോ X200 FE എന്നിവ ആദ്യം പർച്ചേസ് ചെയ്യുന്ന ഉപഭോക്താക്കൾക്ക് മൈജിയുടെ ഡബിൾ ലോയൽറ്റി പോയിന്റ് ലഭിക്കും. മുൻപ് പുറത്തിറങ്ങിയ വിവോ X200 സീരീസ്, വിവോ എക്സ് ഫോൾഡ് 3 പ്രോ തുടങ്ങിയ എക്സ് സീരീസ് ഫോണുകളുടെ വിൽപ്പനയിൽ ഇന്ത്യയിൽ മൈജി ആയിരുന്നു നാഷണൽ ചാമ്പ്യൻ. പുതുതായി പുറത്തിറക്കിയ ഫോണുകൾ പ്രീ ബുക്ക് ചെയ്ത ഉപഭോക്താക്കളും ആദ്യ സെയിലിലൂടെ സ്വന്തമാക്കിയ ഉപഭോക്താക്കളും പരിപാടിയിൽ പങ്കെടുത്തു. ജനം, കൊച്ചി. പാലക്കാട് നെല്ലിയാമ്പതിയിൽ ജനവാസ മേഖലയിൽ കാട്ടാന. സീതാർകുണ്ട് പോപ്സ് എസ്റ്റേറ്റിൽ പുതിയ പാടിയിലായിരുന്നു ആന ഇറങ്ങിയത്. രാവിലെ എസ്റ്റേറ്റിൽ ജോലിക്കെത്തിയവർ ആനയ്ക്ക് മുമ്പിൽപ്പെട്ടു. ആന നിലവിൽ കാട് കയറിയില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, ഈ സീതാർകുണ്ട് മേഖല എന്ന് പറയുമ്പോൾ ഒരു ടൂറിസം മേഖല കൂടിയാണല്ലോ, അവിടെ ജനങ്ങൾ ഉണ്ടായിരുന്നോ? നിലവിൽ എന്താണ് അവസ്ഥ? നിലവിൽ ഈ കാട്ടാന ഈ വിനോദസഞ്ചാരികളും അതുപോലെ തന്നെ മറ്റ് തോട്ടം തൊഴിലാളികളൊക്കെ പോകുന്ന ഭാഗത്ത് തന്നെ നിലയുറപ്പിച്ചിരിക്കുന്ന സ്ഥിതിയുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പ്രധാനമായും പറയുന്നത്. ഇന്നലെ രാത്രിയാണ് ഈ സീതാർകുണ്ട് പോപ്സ് എസ്റ്റേറ്റിൽ പുതിയ വാടിയിൽ കാട്ടാന എത്തിയത്. ഇന്ന് രാവിലെ 6:30 തൊഴിലാളികൾ ജോലിക്ക് പോകുമ്പോഴും ആന വഴിയിൽ തന്നെ നിൽക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു. തുടർന്ന് എസ്റ്റേറ്റിന് സമീപത്തെ പള്ളിയുടെ ഭാഗത്തും ഇന്ന് പുതിയ വാടിയിലെ പാതയിലും തോട്ടം തൊഴിലാളികളുടെ വീടുകൾക്ക് സമീപമൊക്കെ കാട്ടാന നിലയുറപ്പിച്ചിരിക്കുന്ന നിലയിൽ കാണുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പ്രധാനമായും പറയുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ പ്രദേശത്ത് കാട്ടാനയുടെ സാന്നിധ്യമുള്ളതായും പ്രദേശവാസികൾ പറയുന്നുണ്ട്. ഇത് ചില്ലിക്കൊമ്പൻ എന്ന ആനയുടെ ആന ആണോ എന്ന തരത്തിലൊരു സംശയവും ഇപ്പോൾ പറയുന്നുണ്ട്. ഏതായാലും പ്രധാനമായും ജനവാസ മേഖലകളിൽ എത്തി ചക്ക കഴിക്കുകയാണ് ഈ ആന എത്തുന്നത് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. കാരണം ഈ മഴ തുടങ്ങിയെങ്കിലും പല ഇടങ്ങളിലും ചക്ക പ്രധാനമായിട്ടും ഈ തോട്ടങ്ങളിലും അതുപോലെ തന്നെ പല ആളുകളുടെയും വീട്ടിൽ മുറ്റത്തൊക്കെയുണ്ട്. അത് കഴിക്കുന്നതിന് വേണ്ടി ഈ ആന തുടർച്ചയായിട്ട് ഇങ്ങനെ എത്തുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പരാതിയായിട്ട് പറയുന്നത്. വനംവകുപ്പിനെ എത്തിച്ച് പരാതിപ്പെടുന്നുണ്ടെങ്കിലും ആകാശ സംഘം എത്തി പടക്കം പൊട്ടിക്കുകയും മറ്റും ചെയ്യുന്നുണ്ട്. എന്നാലും ഇത് പൂർണ്ണമായും കാട്ടിലേക്ക് പോകാത്ത ഒരു സ്ഥിതിയുണ്ട് എന്ന പരാതിയും നാട്ടുകാർ പറയുന്നുണ്ട്. കോഴിക്കോട് കുട്ടിയാടി ചൂരടിയിൽ വീണ്ടും ജനവാസ മേഖലയിൽ കാട്ടാന. കൂട്ടം തെറ്റിയെത്തിയ കുട്ടിയാനയാണ് ജനവാസ മേഖലയിലെത്തിയത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് നാട്ടുകാരുടെ പ്രതിഷേധമുണ്ട്. ദിസ്ന സുരേഷ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ദിസ്ന, ഇപ്പോൾ ജനവാസ മേഖലയിലാണ് കാട്ടാന എത്തിയിരിക്കുന്നത്. അവിടെ വലിയ പ്രതിഷേധമൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു.
ദേവിക, തീർച്ചയായും ഈ കോഴിക്കോടിന്റെ മലയോര മേഖലയിൽ വലിയ രീതിയിൽ ഈ വന്യമൃഗ ശല്യം ഉണ്ട് എന്ന് നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പോഴിതാ ഈ കൂട്ടം തെറ്റിയെത്തിയ കുട്ടിയാനയാണ് ജനവാസ മേഖലയിൽ ഇറങ്ങിയിരിക്കുന്നത്. അതില് ചൂരണിയിലും കരിങ്ങാടുമായാണ് ഇതിനു മുൻപ് 6 പേരെ കുട്ടിയാന ആക്രമിച്ച ഒരു സംഭവമൊക്കെ ഉണ്ട്. നമ്മൾ കണ്ടതാണ്. ഈ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ ആന പാഞ്ഞെടുക്കുകയും പിന്നീട് യുവതിക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്നതൊക്കെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഈ വനം വകുപ്പ് ഇവിടെ എത്തുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ മാത്രമാണ് വനം വകുപ്പ് ഇവരെ സമീപിക്കുക എന്നൊരു ആരോപണമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്നത്. അതായത് ഈ കുരങ്ങുകളൊക്കെ തന്നെയും ഈ കാട്ടാനയെ മാറ്റി നിർത്തുകയാണെങ്കിൽ ഈ കുരങ്ങുകൾ ഉൾപ്പെടെയുള്ള വന്യജീവികൾ അവരുടെ കൃഷിയെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. അപ്പം ജനജീവിതത്തെ വലിയ രീതിയിൽ ദുസ്സഹമായി ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. ഇതിന് കൃത്യമായ പരിഹാരം കണ്ടില്ല എങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഇവിടുത്തെ നാട്ടുകാർ ഇപ്പോൾ പറയുന്നത്. ദേവിക, ശരി. കോഴിക്കോട് കുണ്ടുങ്ങലിൽ ഭാര്യയെ ആക്രമിച്ചെന്ന പരാതിയിൽ ഭർത്താവ് അറസ്റ്റിൽ. കുണ്ടുങ്ങൽ സ്വദേശി CK നൌഷാദാണ് റിമാൻഡിലായത്. പെട്രോൾ നിറച്ച കുപ്പിയുമായി എത്തി അപായപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന് പരാതിയിൽ പറയുന്നുണ്ട്. അനഘ ഹർഷൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അനഘ, ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, ഈ കുണ്ടുങ്ങൽ സ്വദേശിയായിട്ടുള്ള നൌഷാദാണ് ഭാര്യയെ ആക്രമിച്ച കേസിൽ ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. ഈ സംഭവം നടക്കുന്നത് 20-ാം തീയതിയാണ്. ഈ 20-ാം തീയതി നൌഷാദും ഭാര്യയും താമസിക്കുന്ന കുണ്ടുങ്ങലിലെ വീട്ടിലേക്ക് ഈ ഭാര്യയുടെ ഉമ്മയും ബാപ്പയും എത്തിയിരുന്നു. അതിനുശേഷം 20-ാം തീയതി ഇവർ വീട്ടിൽ വന്ന് മടങ്ങുകയും ചെയ്തു. ഇതിലുള്ള ദേഷ്യം കാരണമാണ് നൌഷാദ് ആ ദിവസം 21-ാം തീയതി കുണ്ടുങ്ങലിലെ തങ്ങൾ താമസിക്കുന്ന വീട്ടിലേക്ക് എത്തുകയും ഭാര്യയെ ആക്രമിക്കുകയും വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങൾ അടിച്ച് തകർക്കുകയും ഒക്കെ തന്നെ ചെയ്തു. അതിനുശേഷം 20-ാം തീയതി ഇയാൾ വീട്ടിൽ നിന്ന് പോയി. പിന്നെ തൊട്ടടുത്ത ദിവസം 21-ാം തീയതി വീണ്ടും വീട്ടിലേക്ക് എത്തുകയും അതിനുശേഷം കയ്യിൽ കരുതിയ കത്തി ഉപയോഗിച്ച് ഭാര്യയെ മർദ്ദിക്കുകയും അതിനുശേഷം കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. ഈ മർദ്ദനത്തിൽ ഈ യുവതിയുടെ മൂക്കിനും അതുപോലെ തന്നെ മുഖത്തുമൊക്കെ തന്നെ ഈ കത്തി കൊണ്ട പാട് ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് അയൽവീട്ടുകാർ ഓടി വന്നതുകൊണ്ട് മാത്രമാണ് പരിക്കേൽക്കാതെ ജീവൻ രക്ഷപ്പെട്ടത് എന്നാണ് ഈ യുവതി പരാതിയിൽ പറയുന്നത്. മാത്രമല്ല, അതിനുശേഷം വീട്ടിലുള്ള സാധനങ്ങൾ വാതിലടക്കം ഇയാൾ അടിച്ചു തകർക്കുകയും ചെയ്തു. പിന്നീട് മുറ്റത്ത് നിർത്തിയിട്ടുണ്ടായിരുന്ന ഈ യുവതിയുടെ സ്കൂട്ടർ അത് പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയും ചെയ്തു എന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. നൌഷാദും ഈ യുവതിയുമായി നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ രീതിയിൽ ആക്രമിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയത് ഈ ദിവസമായിരുന്നു എന്നാണ് അയൽവാസികളൊക്കെ തന്നെ പറയുന്നത്. എന്തായാലും ഭാര്യയെ ആക്രമിച്ച കേസിലാണ് ഇപ്പോൾ നൌഷാദ് പിടിയിലായിരിക്കുന്നതും ഇയാളെ ഇപ്പോൾ പോലീസ് റിമാൻഡ് ചെയ്തിരിക്കുന്നതും. ദേവിക, ശരി. MSC എൽസ കപ്പൽ അപകടത്തിന്റെ ഭാഗമായി ഉണ്ടായ പാരിസ്ഥിതിക ആഘാതം സംബന്ധിച്ച് നാഷണൽ സെന്റർ ഫോർ സസ്റ്റൈനബിൾ കോസ്റ്റൽ മാനേജ്മെന്റ് പഠനം നടത്തും. സംസ്ഥാന സർക്കാരിന്റെ പിന്തുണയോടെ സമഗ്രമായ പരിസ്ഥിതി ആഘാത പഠനം നടത്താനാണ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുള്ളത്. 643 കണ്ടെയ്നറുകളായിരുന്നു മുങ്ങിയ കപ്പലിലുണ്ടായിരുന്നത്. വസ്തുക്കളും മറൈൻ ഇന്ധനവും ഉൾപ്പെടുന്ന കണ്ടെയ്നറുകൾ സഹിതം മെയ് 24-നാണ് കേരള തീരത്ത് നിന്ന് 38 നോട്ടിക്കൽ മൈൽ അകലെ ലൈബീരിയൻ ചരക്ക് കപ്പലായ MSC എൽസ 3 മുങ്ങിയത്. കപ്പലിലുണ്ടായിരുന്ന 643 കണ്ടെയ്നറുകളിൽ 66 എണ്ണം കരയിലേക്ക് ഒഴുകിയെത്തി. ബാക്കി കണ്ടെയ്നറുകൾ ഇപ്പോഴും കടലിൽ മുങ്ങിക്കിടക്കുകയാണ്. കപ്പലിലുണ്ടായിരുന്ന അപകടകരമായ ചരക്കുകളും രാസവസ്തുക്കളും എണ്ണച്ചോർച്ചയും എല്ലാം കണക്കിലെടുത്താണ് തമിഴ്നാട്ടിലെ നാഷണൽ സെന്റർ ഫോർ സസ്റ്റൈനബിൾ കോസ്റ്റൽ മാനേജ്മെന്റ് പഠനം നടത്തുന്നത്. എണ്ണച്ചോർച്ച ഉൾപ്പെടെയുള്ളവയുടെ പ്രതിരോധം ലക്ഷ്യമിട്ട് കോസ്റ്റ് ഗാർഡ് മറ്റൊരു പദ്ധതിയും വികസിപ്പിച്ചിട്ടുണ്ട്. അപകടത്തെ തുടർന്ന് കപ്പലിലുണ്ടായിരുന്ന കണ്ടെയ്നറുകളിൽ നിന്ന് വിനാശകാരികളായ പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങളും മറ്റും പുറന്തള്ളപ്പെട്ടത് പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയതായും പരമ്പരാഗത മത്സ്യബന്ധന മേഖലയെ പ്രതികൂലമായി ബാധിച്ച് മത്സ്യത്തൊഴിലാളികൾക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടാക്കിയതായും കോസ്റ്റൽ പോലീസ് രജിസ്റ്റർ ചെയ്ത FIR-ലും വ്യക്തമാക്കിയിരുന്നു. MSC എൽസ 3 കടലിൽ മുങ്ങിയതോടെ കേരള തമിഴ്നാട് തീരങ്ങളിൽ നിന്നായി 540 ടൺ പ്ലാസ്റ്റിക് നഡിലുകളാണ് ഇതുവരെ ശേഖരിച്ചത്. ജനം, കൊച്ചി. അടുത്ത ബുള്ളറ്റിൻ അല്പസമയത്തിനുണ്ട്. നമസ്തേ.